അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ കോളിലുള്ള ടൈമായി. എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാൻ പോവാണേ. ഹലോ, നമസ്കാരം. ഇതെവിടെയാ? ആണ്. ഇത് സൺഡേ ഫണ്ടേ. എന്തോ ഒരു കൊടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് കഴിച്ചു. എന്തോ വീഡിയോ കോളൊക്കെ പറഞ്ഞപ്പോ എന്തെങ്കിലും ഉണ്ടാവും. ഞാൻ വിസ്മയല ഡബിങ് നമ്മുടെ സായാഹ്ന വാർത്തകൾ എന്ന് പറഞ്ഞൊരു പടത്തിന്റെ. ഏതാ പടം? സായാഹ്ന വാർത്തകൾ. ഓക്കെ ഓക്കെ. ആ ഹായ്, നമസ്കാരം. ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? എന്നാലും കുറച്ച് സഹിച്ചാ മതി, ബുദ്ധിമുട്ടായാലും. ഞാൻ എപ്പോഴാ വന്നേ? ഓക്കെ. എന്താ ലവ് ആക്ഷൻ ഡ്രാമയുടെ വിശേഷം? ശ്രീനിവാസൻ സാറിന്റെ നയൻതാരയുടെയും സൗകര്യപൂർവ്വം നമ്മൾ എല്ലാം കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയ് അവസാനം ജൂൺ ആദ്യമായി നമ്മൾ ഓണത്തിന് ഇറക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെടുക്കാലോ. അതൊക്കെയാണ് ഞങ്ങളിത് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തതാണ്. പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ ഇറങ്ങാൻ ആഗ്രഹിച്ചാണ്. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ വലിയ ആഗ്രഹം വന്നിട്ടില്ല, ഇതിന്റെ കൊച്ചു ആഗ്രഹമായിട്ട് വന്നു. അതെ, ഇന്നലെ നമ്മള് അതിന്റെ പറയാൻ കാരണം ഉണ്ണികൃഷ്ണൻ സാറിന്റെ കോടതി സമക്ഷം ബാലമക്കീലിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു 60 ദിവസത്തിന്. അപ്പൊ അതില് നമ്മൾ സെലിബ്രേഷൻ ഇപ്പം തിയേറ്റേഴ്സ് എല്ലാരും ഓരോ തിയേറ്ററിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഓണർ വരാറുണ്ട്. അപ്പൊ ഭയങ്കര കുറവ് തിയേറ്റേഴ്സിൽ നിന്നുള്ളവരുടെ ടേൺ ഔട്ട്. അപ്പം ഉണ്ണിസാറ് പറയാതെ ആർക്കും വരാൻ സമയമില്ല, കാശ് എണ്ണിക്കൊണ്ട് 2 സിനിമകളും നിറഞ്ഞോടിയിട്ട് തിയേറ്റേഴ്സ് ബിസിയാണ്, ആർക്കും ടൈം ഇല്ല. അത് ഒരു നല്ല സമയമാണ്. നല്ല കാലല്ലേ, സിനിമ വളരട്ടെ. ഭയങ്കര ഒഫീഷ്യലായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അല്ല, പിന്നെ നമുക്ക് ബേസിൽ മറ്റേ മായാനദി പറഞ്ഞാല് മലയാള സിനിമ ഇതാവട്ടെ എന്ന് പറയാൻ പറ്റില്ല. അത് പറ്റില്ല. അപ്പൊ അങ്ങനെ ആവട്ടെടോ, പിന്നെ വിളിക്കാം സൗകര്യം പോലെ. ഓക്കെ ട്ടോ, ഒരു ദിവസം വരണം. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ടതാ. ഓക്കെ, അടിപൊളി. നമ്മുടെ സിനിമയുടെ റിലീസ് ടൈം ഒക്കെ ആവുമ്പോ. ഓക്കെ ഡിയർ, ടാറ്റാ. അവിടെ ഉള്ളവരോട് എല്ലാരോടും അന്വേഷണം പറയൂ. ബൈ.